ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കുവൈറ്റ് സന്ദർശിക്കുമ്പോൾ കേരളത്തിലെ മതമൗലികവാദികൾക്ക് ഒരു സന്തോഷകരമായിട്ടുള്ള വാർത്തയുണ്ട്. രസകരമായിട്ടുള്ളൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദി കുവൈറ്റ് സന്ദർശിക്കുന്നതിന് മുൻപേ കുവൈറ്റിലേക്ക് എത്തിയത് എന്താണെന്നറിയാമോ? ഇന്ത്യയിൽ നിന്ന്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, ഇന്ത്യയിൽ നിന്ന് വിലപിടിപ്പുള്ള പല വസ്തുക്കളും കുവൈറ്റിലേക്ക് ഇന്ത്യ കയറ്റുമതി ചെയ്യുന്നുണ്ട് എന്ന്. അതെ, കയറ്റുമതി ചെയ്യുന്നുണ്ട്. പക്ഷെ പ്രധാനമന്ത്രി എത്തുന്നതിന് മുമ്പേ കുവൈറ്റിലെ അറബിക്ക് വേണ്ടി അവിടെ എത്തിയത് 192 മെട്രിക് ടൺ ചാണകമാണ്. ഇവിടെയുള്ള സംഘപരിവാറുകാരെയെല്ലാം ഇവിടെയുള്ള മതമൗലികവാദികൾ, അതായത് കേരളത്തിലെ മതമൗലികവാദികൾ കളിയാക്കി വിളിക്കാൻ ഉപയോഗിക്കുന്ന പേരാണ് ചാണകം എന്ന് പറയുന്നത്. ഇതേ ചാണകമാണ് ഇപ്പോൾ അറബി ഉപയോഗിക്കുന്നത്. കാരണം അറബിക്ക് ചാണകത്തിൻ്റെ ആവശ്യകത ഇപ്പോൾ വളരെയധികം വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ മുന്നിൽ അറബി കൈനീട്ടിയിരിക്കുകയാണ്, ഞങ്ങൾക്ക് ഇത്ര മെട്രിക് ടൺ ചാണകം വേണമെന്ന്. അങ്ങനെയാണ് ചാണകം ഇന്ത്യ അറബ് രാജ്യങ്ങളിലേക്ക് ഇറക്കുമതി ചെയ്യാനായി ഒരുങ്ങിയത്. ഇനി കേരളത്തിലെ അടക്കം മതമൗലികവാദികൾ അങ്ങ് ഗൾഫ് രാജ്യങ്ങളിലുള്ളവർ ഭക്ഷണം കഴിക്കുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം, ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവന്ന ചാണകത്തിൻ്റെ അത് വളമായി ഇട്ട നല്ല മുന്തിയ ഇനം ഈത്തപ്പഴമൊക്കെയാണ് നിങ്ങൾ കഴിക്കുന്നത് എന്ന് നിങ്ങൾ ഒന്ന് ഓർമ്മിച്ചു കൊള്ളുക. എന്തായിരുന്നാലും എന്താണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ എന്ന് നോക്കാം. കേൾക്കുമ്പോൾ വളരെ രസകരമായി തോന്നും. എണ്ണ ശേഖരം കൊണ്ട് സമ്പന്നമാണ് ഗൾഫ് രാജ്യങ്ങൾ എന്ന് പറയുന്നത്. പക്ഷേ എണ്ണ ശേഖരം മാത്രമേ ഗൾഫ് രാജ്യങ്ങൾക്കുള്ളൂ എന്നുള്ളതും നമുക്ക് എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയോട് ഇവർ കൈനീട്ടി ചോദിച്ചിരിക്കുന്നത് ഞങ്ങൾക്ക് ഇത്തിരി ചാണകം തായോ എന്നാണ്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത്, അവിടെ കാർഷികോൽപാദനം നടത്താനായി ചാണകം എന്ന് പറയുന്ന ഈ വളം അത് വളരെയധികം ആവശ്യമായി വരും. അതുകൊണ്ട് ഇവിടെ ഇന്ത്യ ഇവിടെയുള്ള ആൾക്കാർക്ക് വിൽക്കുന്നതിൻ്റെ ഇരട്ടി തുക കൊടുത്ത് ഞങ്ങൾ ചാണകം ഇന്ത്യയിൽ നിന്ന് എടുത്തുകൊള്ളാം എന്നാണ് ഇവർ പറയുന്നത്. അങ്ങനെയാണ് ഈ ബിരുദന്മാർക്ക് ഇന്ത്യ ചാണകം കയറ്റി അയച്ചു കൊടുക്കാനായി തുടങ്ങിയത്. അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും നമ്മുടെ ദേശീയ മാധ്യമങ്ങളിലടക്കം ഇത് സംഘപരിവാർ പ്രവർത്തകരെല്ലാം ആഘോഷിക്കുന്ന ഒരു വാർത്തയാണ്. വളരെ വലിയ ട്രോളുകൾ ഈ വാർത്തയ്ക്ക് അറബ് നാടുകളിലെ രാജാക്കന്മാരെയൊക്കെ ചൊല്ലി വരുന്നുണ്ട് എന്നുള്ളത് വേറൊരു കാര്യമാണ്. എന്തായാലും നമ്മുടെ രാജ്യത്തിന് അഭിമാനാർഹമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം അറബി നാടുകൾക്ക് തന്നെയാണ് നമ്മൾ ചാണകം കയറ്റി അയക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ്. ചൈനയിലും UK-യിലും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളും അടക്കം ഈ ചാണകം എന്ന് പറയുന്ന സാധനം ഉപയോഗിക്കുന്നുണ്ട്. അവരൊക്കെ ബയോഗ്യാസായും അല്ലെങ്കിൽ ചാണകത്തിൽ നിന്ന് ഇന്ധനം ഉപയോഗിച്ച് അതൊരു എനർജി സോഴ്സ് ആയിട്ടാണ് ഈ ചാണകം ഉപയോഗിക്കുന്നത്. പക്ഷേ അറബി തങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ വളമായിട്ടിടാനാണ് ഈ ചാണകം ഉപയോഗിക്കുന്നത്. അതിനാണ് അദ്ദേഹം ഇത് ചോദിച്ചിരിക്കുന്നത്, അറബികൾ ഇത് ചോദിച്ചിരിക്കുന്നു എന്നുള്ളതാണ് വേറൊരു കാര്യം. 300 ദശലക്ഷം പശുക്കളാണ് നമ്മുടെ രാജ്യത്തുള്ളത്. ഈ 300 ദശലക്ഷം പശുക്കൾ ഒന്നിച്ച് അധ്വാനിച്ചാൽ തന്നെ നമുക്ക് 30 ദശലക്ഷം ചാണകം കിട്ടും. ഈ 30 ദശലക്ഷം ചാണകവും അറബിക്ക് വേണം എന്നുള്ള വാശിയായിരുന്നു അറബിക്ക്. പക്ഷേ അതിൽ നിന്ന് 192 മെട്രിക് ടൺ ചാണകം ഇന്ത്യ ആദ്യം കൊടുത്തു. എന്നിരുന്നാലും ഇനിയും ഉൽപാദനം കൂട്ടണം എന്നാണ് ഇപ്പോൾ അറബി രാജ്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഈ കുവൈറ്റിന് ഈ ചാണകം കൊടുത്തത് കണ്ട് ബാക്കിയുള്ള അറബി നാടുകളെല്ലാം തന്നെ ഇടികൂടുകയാണ് ഇന്ത്യയോട്, ഞങ്ങൾക്കും കുറച്ച് ചാണകം വേണം എന്ന് പറഞ്ഞതുകൊണ്ട്. പ്രധാനമായിട്ടും ഇവരുടെ ഈത്തപ്പനകളിൽ ഇടാനാണ് ഈ ചാണകം എന്നുള്ളതാണ് ഇവർ പറയുന്ന കാര്യം. ഈ അറബി ഗവേഷകരെല്ലാം കൂടെ ഗവേഷണം നടത്തി കണ്ടുപിടിച്ചിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ചാണകം ഈത്തപ്പനയിൽ ഇട്ട് കഴിഞ്ഞാൽ നല്ല മുന്തിയ ഇനം വലിപ്പമുള്ളതും നല്ല ഭംഗിയുള്ളതും കാണാൻ രസമുള്ളതുമായിട്ടുള്ള ഈത്തപ്പഴങ്ങൾ അതിൽ വിളവെടുക്കാൻ സാധിക്കും, അതിൽ ഉണ്ടായി വരും എന്നാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ ഓർഡറുകളാണ് ഇപ്പോൾ ചാണകത്തിനായി ഇന്ത്യയിലേക്ക് അറബി നാടുകളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വേറൊരു കാര്യമാണ്. കർഷക രംഗത്തെ ശാസ്ത്രജ്ഞന്മാരായിട്ടുള്ള ആൾക്കാർ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്, കൃഷി മേഖലയിൽ ചാണകത്തിൻ്റെ ഉപയോഗം അതിഭീകരമായിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ്. ഈത്തപ്പനകളുടെയും മറ്റ് വിളകളുടെയും വളർച്ചയ്ക്ക് സഹായകരമാകുന്ന ഒന്നാണ് ഈ ചാണകം എന്ന് പറയുന്നത്. പോരാത്തതിന് ചാണകത്തിൽ നിന്ന് വൈദ്യുതിയും ബയോഗ്യാസും യൂറോപ്പ് ഉണ്ടാക്കുമ്പോൾ ചാണകത്തിൽ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവർ കാർഷിക ഉൽപാദനത്തിനാണ് എടുക്കുന്നത്. ഇനി ഇന്ത്യയിൽ 1 കിലോ ചാണകം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യക്കാർക്ക് ഈ ചാണകം എന്ന് പറയുന്ന സാധനം അത്ഭുതമുള്ളൊരു സാധനമൊന്നുമല്ല. അതുകൊണ്ട് ഇത് ഇവിടെ സുലഭമായിട്ട് കിട്ടുന്ന ഒന്നായതുകൊണ്ട് തന്നെ വിലയും ഇതിനില്ല ഇന്ത്യയിൽ എന്നുള്ളതാണ് വേറൊരു കാര്യം. പക്ഷേ അറബി നാട്ടിൽ ഇതിന് പൊന്നും വിലയാണ്. ഞങ്ങളിത് പൊന്നും വില എന്ന് എടുത്തോളാം എന്ന് പറഞ്ഞാണ് അവർ നമ്മളെ സമീപിച്ചിരിക്കുന്നത്. 1 കിലോഗ്രാം ചാണകത്തിന് നമ്മുടെ ഇവിടെ വില എന്ന് പറയുന്നത് 30 രൂപയാണ്. നമ്മുടെ കേരളത്തിലൊന്നും അത്ര വിലയില്ല. കേരളത്തിൽ ചാണകം ഫ്രീ ആയിട്ട് പോലും കിട്ടും. എങ്കിലും 30 രൂപയാണ് സാധാരണ ഈടാക്കുന്നത്. ഇത്
കിട്ടാത്ത ചില സ്ഥലങ്ങളിൽ. പക്ഷേ അറബി ഇതിൻ്റെ ഇരട്ടി തുക കൊടുത്താണ് ഇപ്പോൾ ചാണകം അങ്ങോട്ടേക്ക് കയറ്റുമതി ചെയ്യുന്നത്. എന്തായിരുന്നാലും അറബിയുടെ കാർഷിക ഉൽപ്പന്നങ്ങളെല്ലാം വിളഞ്ഞ് പൂത്തുലയട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം, ഇന്ത്യയുടെ ചാണകം വളമായിട്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.